ഹായ് ഹലോ വെൽക്കം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആച്ചുവിൻ്റെ ചിലങ്ക പൂജയുടെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഈ തട്ടമൊക്കെ കൊണ്ട് പോകുന്നത് അമ്പലത്തിലേക്കാണ്, ചിലങ്ക പൂജയ്ക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ നേരെ നമ്മുടെ ശ്രീ ഭൂതമ്മ ക്ഷേത്രം, വെടിവെച്ചങ്കോവിൽ ഭൂതമ്മ ക്ഷേത്രത്തിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പൂക്കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും പൂവും ഒക്കെ വാങ്ങിച്ച് തട്ടത്തിൽ വച്ചിട്ടാണ് നമ്മൾ പൂജയ്ക്ക് കൊടുക്കാനുള്ളത് അമ്പലത്തിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം വാങ്ങിച്ചു. ഫ്രൂട്ട്സ്, പിന്നെ അവില്, പൊരി, പഴം എല്ലാം വാങ്ങിച്ചു. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ചിലങ്ക കൂടെ വെച്ചു. അപ്പോൾ ചിലങ്ക നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ പേരൂർക്കടയിലുള്ള നർത്തകി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ തട്ടമൊക്കെ ഒരുക്കി അമ്പലത്തിൽ കൊണ്ട് കൊടുത്തു, പൂജിച്ചൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ദാണ്ടില്ലേ എൻ്റെ ചെരുപ്പ്, ഒരു കാലിൽ എൻ്റെ ചെരുപ്പും ഒരു കാലിൽ ഹസ്ബൻഡ് സ്വന്തം ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഡാൻസ് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്, ചിലങ്കാരം ഡാൻസ് സ്റ്റുഡിയോ. അപ്പോൾ ഇവിടെ ആച്ചുവിനെ കൂടാതെ ഒരു 4-5 പേർക്ക് കൂടി ചിലങ്ക പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ ആച്ചുവിന് സത്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിച്ചിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ അവൾക്ക് ഇവിടെ ശിവരാത്രിക്ക് നമുക്ക് അമ്പലത്തിൽ ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ചിലങ്ക പൂജ നടത്തിയത്. ചിലങ്ക പൂജ നടത്തിയിട്ടല്ലേ ഡാൻസ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ചിലങ്ക പൂജ നടത്തിയത്. അവൾക്ക് തുടങ്ങിച്ചതേ ഉള്ളായിരുന്നു ആ ടൈമിൽ കേട്ടോ. അപ്പോൾ ഇത് ശിവരാത്രിക്കൊക്കെ മുന്നേ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ അവിടെ പൂജയൊക്കെ നടത്തുകയാണ്. ഇതാണ് ടീച്ചറിൻ്റെ പേര് ദേവി വൈരവൻ പിള്ള. പുള്ളിക്കാരിയാണ് ചിലങ്കാരം നടത്തുന്നത്. അപ്പോൾ ഈ ഡാൻസ് സ്റ്റുഡിയോ ഉള്ളത് വെടിവെച്ചാങ്കോവിൽ തന്നെയാണ്. അത് ആ കോവിലിൻ്റെ പേരിലാണ് സ്ഥലം അറിയുന്നത് കേട്ടോ. ബാലരാമപുരം പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആച്ചുവിന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തൊക്കെ സാറ്റർഡേ സൺഡേ അവൾ ക്ലാസ്സിന് പോകുന്നുണ്ട്. പിന്നെ അല്ലാത്തപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുട്ടികളെല്ലാം തൊഴുത് കഴിഞ്ഞു. അവസാനം ഐശുവും തൊഴുതു. ഐശുവാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുഞ്ഞാൾ കേട്ടോ. ഐശുവിന് നമ്മൾ തുടങ്ങിച്ചു, അത് ഞാൻ മുമ്പ് വ്ളോഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ. പക്ഷേ ഐശുവിന് ഇപ്പം നമ്മൾ ചിലങ്ക പൂജ നടത്തിയില്ല. അവൾ തീരെ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഇപ്പം നടത്തിയില്ല. ഈ കുട്ടികളൊക്കെ നല്ല എക്സലൻറ്റ് ഡാൻസേഴ്സാണ് കേട്ടോ. ഇവരുടെയൊക്കെ പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് ഇവരൊക്കെ കളിക്കും. ഡാൻസ് മാത്രമല്ല, ഇവരുടെയൊക്കെ എക്സ്പ്രഷനാണ് പറയാതിരിക്കാൻ പറ്റാത്ത കാര്യം. അപ്പോൾ ആച്ചുവിന് ചിലങ്ക കെട്ടാനായിട്ട് വരുമ്പോൾ ഐശു കൂടെ ഓടുന്നുണ്ട് കേട്ടോ. ഐശുവിൻ്റെ വിചാരം ഐശുവിനും കിട്ടും ചിലങ്ക. 2 ചിലങ്കയിൽ ഒരെണ്ണം അവൾക്കുള്ളതാണെന്നാണ്. പക്ഷേ അവൾ വിചാരിക്കുന്നത് ആച്ചുവിന് കഴിഞ്ഞ ഉടനെ എനിക്കും കിട്ടും എന്നൊക്കെയാണ് അവളുടെ ഒരു വിചാരം. പക്ഷേ അവൾക്ക് സങ്കടമായി ചെറുതായിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ്. ആച്ചുവിനേക്കാളും ഐശുവിനാണ് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അവൾക്കാണ് ക്ലാസിക്കൽ ഡാൻസിനോടൊരു പ്രത്യേക ഇഷ്ടം. അപ്പോൾ കണ്ടില്ലേ, അവിടെ ഇരുന്നൊക്കെ നോക്കുന്നുണ്ട്, അടുത്ത് എനിക്കാണെന്നുള്ള മട്ടിലാണ്. പക്ഷേ അവൾക്ക് കിട്ടിയില്ല. അപ്പം അത് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. അവൾ ഇരുന്നും നിന്നും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും കൂടെ ഒരു അവസരം കിട്ടി മോൾക്ക് ചിലങ്ക കെട്ടിക്കൊടുക്കാൻ. ആദ്യം ടീച്ചർ കെട്ടി, അതിനുശേഷം ഞാനും കൂടെ കെട്ടി കേട്ടോ. ഈ കുട്ടികളൊക്കെ അവിടുത്തെ ഭയങ്കര ഡാൻസേഴ്സാണ് കേട്ടോ. ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികളാണ്.
അപ്പോൾ ആച്ചുവിനെ കൂടാതെ മറ്റു കുറച്ച് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ചിലങ്ക പൂജയാണ് ഈ കാണുന്നത്. അപ്പോഴും ഐഷു പോയി അടുത്ത് നിൽക്കുന്നുണ്ട് എനിക്കും കിട്ടുമെന്ന്. പിന്നെ ഞാനിങ്ങനെ വിളിച്ചു, അങ്ങനെ അവൾ അപ്പുറത്തോടെ വരെയാണ്. ഇതൊരു പുതിയ കുട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഇവർക്ക് ഇത്രയും പേർക്കുമാണ് ഇന്ന് ചിലങ്ക പൂജ നടത്തിയത് കേട്ടോ. അപ്പോൾ അവരെ നിർത്തിയിട്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ എടുപ്പിക്കുകയാണ്, തട്ടടവ് 1, 2 അതൊക്കെ. അപ്പോൾ ആച്ചു അത്രയ്ക്കുള്ള പ്രാക്ടീസൊന്നും ആയിട്ടില്ല, അവൾ ജസ്റ്റ് പഠിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആച്ചുവിൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഡാൻസിൻ്റെ, അതായത് ശിവരാത്രിക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് ഈ ചിലങ്ക പൂജ ഒന്ന് ഇട്ടിട്ട് അത് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ബാക്കി കുട്ടികളാണ്, എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരൊന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇത് ക്ലാസ്സിലുള്ള മറ്റ് എല്ലാ കുട്ടികളും കൂടെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഉള്ള ഡാൻസ് പെർഫോമൻസൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 2:30-3 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ഉണ്ടായിരുന്നു. ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ ലഞ്ച് കഴിക്കുന്നതൊന്നും ഞാൻ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഇതൊക്കെ നല്ല പെർഫോമൻസാണ് കേട്ടോ ഇതിൻ്റെ പാട്ടിനൊപ്പം കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് പാട്ട് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ടീച്ചർ എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ തൊഴിയിക്കുകയാണ് കേട്ടോ. അപ്പോഴൈഷു പോയി നിന്ന് ചെറുതായിട്ട് ഷോയൊക്കെ കാണിച്ചേ. അതുവരെ ടീച്ചറെ വിളിച്ചിട്ട് പോലും പോയിട്ടില്ല, മടിച്ചവിടെ നിൽക്കുകയായിരുന്നേ. ഡാൻസ് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണെങ്കിലും അവിടെ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ അവൾ കളിയിലായിപ്പോയി കേട്ടോ. അവൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി, അപ്പോൾ അവൾ കളിയിലായിപ്പോയി. ഇപ്പോൾ അതാ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമാണ്. ഡാൻസ് ചേച്ചിമാരോടെയൊക്കെ നിന്നിട്ട് നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, അതിനൊക്കെ പോസ് ചെയ്ത് നിന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.